ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയാലോ. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നു ഒരു 50 ഗ്രാം ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, ഗ്രേറ്റഡ് ചീസ്, ക്യാരറ്റ്, കുക്കുംബർ, സവാള, സ്പ്രിംഗ് ഓണിയന്, തക്കാളിക്ക, പുഴുങ്ങിയ ബ്രോക്കോളി, വേവിച്ച ഗ്രൗണ്ട് ചിക്കന്, ഒരു 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലോ ബട്ടറോ ഗീയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആ ചൂടായ പാനിലേക്ക് ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ടയിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒരു 2-3 കഷ്ണങ്ങളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ മുട്ട വേവുന്നതിന് മുമ്പ് തന്നെ ഈ ലിക്വിഡായിട്ടിരിക്കുന്ന പരുവത്തിൽ തന്നെ നിങ്ങൾക്കതിലേക്ക് ഒരു ചപ്പാത്തിയോ ഖുബൂസോ പിത്ത ബ്രെഡോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അത് വെച്ച് കൊടുത്ത് മുട്ടയൊന്ന് വെന്തതിന് ശേഷം നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഗ്രേറ്റഡ് ചീസും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിളും എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുട്ടയിലേക്ക് ഉപ്പിടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ഓൾറെഡി ഗ്രേറ്റഡ് ചീസിനകത്ത് നല്ല ഉപ്പുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ മുട്ടയും കരിഞ്ഞു പോവും, ബ്രെഡും ഒക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ വെജിറ്റബിളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റിൽ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നല്ലപോലെല്ലാം ഒന്ന് സ്റ്റിക്കായിരിക്കാൻ വേണ്ടിയാണ്. അത് നമുക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം കൂടുതലോ കുറവോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 to 10 മിനിറ്റ്സ് ചീസ് മെൽറ്റാവുന്നതിനനുസരിച്ച് അത് അടച്ച് വയ്ക്കാം. യാതൊരു കാരണവശാലും തീ കൂട്ടിയിടരുത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. നമുക്കിത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ, ഇപ്പോൾ അത് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്, അത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. മീറ്റ് കഴിക്കാത്തതും വെജിറ്റബിൾ കഴിക്കാത്തതുമായ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഉള്ളിലൊക്കെ ഇത് പോകാൻ വേണ്ടി നല്ലൊരു ഐറ്റമാണ്. നിങ്ങളത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കെച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.